വിക്രമാദിത്യൻ വീണ്ടും ആ മുരിങ്ങമരത്തിന്റെ അടുത്തേക്ക് നടന്നു. വേതാളം പരിഹാസത്തോടെ മരക്കൊമ്പിലിരുന്ന് ആടുന്നുണ്ടായിരുന്നു. രാജാവിനെ കണ്ടതും അത് വായുവിൽ മലക്കം മറിഞ്ഞ് വീണ്ടും തലകീഴായി തൂങ്ങിക്കിടന്നു. വിക്രമാദിത്യൻ തന്റെ വാളുകൊണ്ട് ആ കെട്ടറുത്ത് വേതാളത്തെ തോളിലേറ്റി. ആ വിക്രമൻ, നീ വീണ്ടും വന്നല്ലേ? നിന്റെ ഈ അഹങ്കാരം എനിക്കിഷ്ടമായി. പക്ഷെ നോക്ക്, രാത്രി പാതി പിന്നിട്ടു, ആകാശം ചുവന്നു തുടങ്ങുന്നു. നിന്റെ തോളിലെ ഈ ഭാരം നിനക്ക് മടുക്കുന്നില്ലേ? നമുക്കൊന്ന് വിശ്രമിച്ചുകൂടെ? ഈ കാട്ടിലെ ഇരുട്ടിനു പോലും നിന്നെ പേടിയാണെന്ന് തോന്നുന്നു. വേതാളമേ, നിന്റെ വാക്കുകൾ കൊണ്ടെന്നെ തളർത്താമെന്ന് നീ കരുതണ്ട. ഈ സൂര്യോദയത്തിനു മുൻപ് നീ ആ ശാന്തി പാപൻ എന്ന സന്യാസിയുടെ മുന്നിലെത്തണം. അതെന്റെ വാക്കാണ്. വാക്ക് അതൊരു വലിയ കാര്യമാണ് രാജാവേ. പക്ഷെ നിനക്കറിയാമോ, നീ വിശ്വസിക്കുന്ന പലതും സത്യമായിരിക്കില്ല. എങ്കിലും നിന്റെ ഈ നടത്തത്തിന് ആവേശം പകരാൻ ഞാൻ മറ്റൊരു കഥ പറയാം. ഇത് സാധാരണ ഒരു കഥയല്ല. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരെ പോലും കുഴപ്പിക്കുന്ന ഒരു കടങ്കഥയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. വിക്രമാദിത്യൻ ആ ശ്മശാനത്തിലൂടെ നടന്നു. അവിടുത്തെ മരങ്ങൾ അസ്ഥിക്കൂടങ്ങൾ പോലെ നീണ്ടുനിന്നു. വഴിയരികിൽ കത്തുന്ന ചിതകളിൽ നിന്ന് നീലനിറത്തിലുള്ള ജ്വാലകൾ ഉയരുന്നുണ്ടായിരുന്നു. പ്രേതങ്ങൾ അട്ടഹസിക്കുന്നതും അദൃശ്യരൂപങ്ങൾ രാജാവിന്റെ വസ്ത്രങ്ങളിൽ വലിക്കുന്നതും അദ്ദേഹം അനുഭവിച്ചു. കാറ്റിൽ വല്ലാത്തൊരു ശവനാറിപ്പൂവിന്റെ ഗന്ധം പടർന്നു. ഓരോ ചുവടിലും മണ്ണ് ഇളകുന്നതുപോലെ തോന്നിപ്പിച്ചു. ഇതിനിടയിലാണ് വേതാളം ആ വിചിത്രമായ കഥ പറയാൻ തുടങ്ങിയത്. പണ്ട് ധർമ്മപുരം എന്നൊരു രാജ്യമുണ്ടായിരുന്നു. അവിടെ പ്രതാപശീലൻ എന്നൊരു രാജാവും അദ്ദേഹത്തിന് ശൂരസേനൻ എന്നൊരു മകനുമുണ്ടായിരുന്നു. ഒരു ദിവസം അച്ഛനും മകനും കൂടി കൊടുംകാട്ടിൽ വേട്ടയ്ക്ക് പോയി. കാടിന്റെ വന്യത ആസ്വദിച്ച് അവർ നടക്കുമ്പോൾ ഒരു നദീതീരത്ത് വിചിത്രമായ രണ്ട് കാൽപ്പാടുകൾ അവർ കണ്ടു. ഒന്ന് വലിപ്പമേറിയ കാൽപ്പാടും മറ്റൊന്ന് വളരെ ചെറുതുമായിരുന്നു. അത് കണ്ട് രാജാവ് തന്റെ മകനോട് പറഞ്ഞു, "മകനെ, ഈ കാൽപ്പാടുകൾ കണ്ടോ? ഇവ ഏതെങ്കിലും സുന്ദരികളായ സ്ത്രീകളുടേതാകണം. നമുക്കൊരു കരാറിലെത്താം. ഈ വലിയ കാൽപ്പാടിന്റെ ഉടമസ്ഥയെ ഞാൻ വിവാഹം കഴിക്കാം. ചെറിയ കാൽപ്പാടുള്ളവളെ നീയും." ശൂരസേനൻ അത് സമ്മതിച്ചു. അവർ ആ കാൽപ്പാടുകൾ പിന്തുടർന്നു. ഒടുവിലവർ രണ്ട് സ്ത്രീകളെ കണ്ടെത്തി. അവർ ഒരു മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു. ഒരാൾ പ്രായമായവളും എന്നാൽ തേജസ്സുള്ളവളും, മറ്റൊരാൾ അതിസുന്ദരിയായ ഒരു യുവതിയും. വിക്രം, ഇവിടെയാണ് വിധി അവരെ ചതിച്ചത്. അവർ കരുതിയത് വലിയ കാൽപ്പാട് പ്രായമായ സ്ത്രീയുടേതും ചെറിയ കാൽപ്പാട് യുവതിയുടേതുമായിരിക്കുമെന്നാണ്. എന്നാൽ സത്യം അതല്ലായിരുന്നു. പ്രായമായ അമ്മയ്ക്ക് ചെറിയ പാദങ്ങളും യുവതിയായ മകൾക്ക് വലിയ പാദങ്ങളുമായിരുന്നു. കരാർ പ്രകാരം രാജാവിന് മകളെ വിവാഹം കഴിക്കേണ്ടി വന്നു, മകൻ അമ്മയെയും. കാലങ്ങൾ കടന്നുപോയി. രാജാവിന് ആ യുവതിയിൽ മക്കളുണ്ടായി. അതുപോലെ മകന് ആ അമ്മയിലും മക്കളുണ്ടായി. ബന്ധങ്ങളാകെ തകിടം മറിഞ്ഞു. മകന്റെ ഭാര്യ രാജാവിന്റെ അമ്മായിയമ്മയായി മാറി. രാജാവിന്റെ ഭാര്യ മകന്റെ മകളുമായി. വിക്രമാദിത്യ, ഇപ്പോൾ നീ പറയൂ, ആ രണ്ട് കുടുംബങ്ങളിലും ജനിച്ച കുട്ടികൾ തമ്മിലുള്ള ബന്ധമെന്താണ്? രാജാവിന്റെ മക്കളും മകന്റെ മക്കളും തമ്മിൽ എന്തു വിളിക്കും? നീ ബുദ്ധിമാനാണെങ്കിൽ, നിന്റെ തലയിൽ അല്പമെങ്കിലും നീതിബോധമുണ്ടെങ്കിൽ ഇതിനുത്തരം നൽകുക. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിന്റെ തല 1000 കഷ്ണങ്ങളായി ചിതറും. വിക്രമാദിത്യൻ ഒരു നിമിഷം സ്തംഭിച്ചുപോയി. അദ്ദേഹം ആ ബന്ധങ്ങളെക്കുറിച്ച് ആലോചിച്ചു. രാജാവിന്റെ മകൻ രാജാവിന്റെ അളിയനാണോ അതോ മരുമകനാണോ? ആ കുട്ടികൾ തമ്മിൽ സഹോദരങ്ങളാണോ അതോ അമ്മാവനും മരുമകനുമാണോ? ആലോചിക്കും തോറും ആ ബന്ധങ്ങൾ കൂടുതൽ സങ്കീർണമായി. ഒടുവിൽ വിക്രമാദിത്യൻ ശാന്തനായി പറഞ്ഞു, വേതാളമേ, ഈ ബന്ധം വിവരിക്കാൻ ലോകത്തിലെ ഒരു ഭാഷയ്ക്കും കഴിയില്ല. ഇതൊരു ബന്ധങ്ങളുടെ വലിയ ചുഴിയാണ്. ഇവിടെ അച്ഛൻ മകന്റെ മരുമകനായും മകൻ അച്ഛന്റെ അമ്മായിയപ്പനായും മാറുന്നു. ഈ കുഴമറിച്ചിലിൽ ജനിക്കുന്ന കുട്ടികൾക്ക് തമ്മിൽ പേരിട്ട് വിളിക്കാവുന്ന ഒരു ബന്ധവും നിലവിലില്ല. ഇതൊരു പേരില്ലാത്ത ബന്ധമാണ്. ആ വിക്രമ, നീ ഉത്തരം പറഞ്ഞിരിക്കുന്നു. നിന്റെ ആ മൗനം നീ വെടിഞ്ഞു. ഈ കഥയുടെ ഉത്തരം കണ്ടെത്താൻ നിനക്ക് കഴിഞ്ഞുവെന്നത് നിന്റെ ബുദ്ധിയെ സമ്മതിക്കുന്നു. പക്ഷേ നമ്മുടെ കരാർ പ്രകാരം നീ സംസാരിച്ചു. അതുകൊണ്ട് ഞാൻ പോകുന്നു. വിക്രമാദിത്യൻ ആകാശത്തേക്ക് നോക്കി. അവിടെ ചന്ദ്രൻ മറഞ്ഞു തുടങ്ങുന്നു. തന്റെ സമയം അവസാനിക്കാറായിരിക്കുന്നു. പക്ഷേ അദ്ദേഹം പിന്മാറാൻ തയ്യാറല്ലായിരുന്നു.
അദ്ദേഹം വീണ്ടും ആ മരത്തിനു നേരെ നടന്നു.